ദൈവത്തിന് സ്തോത്രം. തിരുക്കരം തന്നിൽ ഇരിക്കുമച്ചെങ്കോ, തിരുക്കരം തന്നിൽ ഇരിക്കുമച്ചെങ്കോ, ഭരിച്ചിടുന്ന അഖിലവും വിചിത്രമാം വിധത്തിൽ, ഭരിച്ചിടുന്ന അഖിലവും വിചിത്രമാം വിധത്തിൽ, ദിനമനുമംഗളം ദേവാധിദേവ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഥാപാത്ര പഠനത്തിലേക്ക് സ്വാഗതം. ദുരന്തങ്ങളുടെ ഘോഷയാത്രയിൽ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ച ഭക്തി ഊഴ്ന്നിറങ്ങി കൈവിട്ടു പോകുന്ന സുന്ദര മുഹൂർത്തം സ്വപ്നം കണ്ട് നടക്കുകയാണ് സാത്താൻ. നിനിവെ നശിക്കുന്നത് കാണാൻ യോന കാത്തിരുന്നത് പോലെ. ഉയരെ പറക്കുന്ന ഒരു പട്ടം മാത്രം കാണികൾ കാണുന്നു. പക്ഷേ അതിന്റെ നൂലിന്റെ അറ്റം ഇങ്ങ് ദൂരെ ഒരു കുട്ടിയുടെ കരത്തിൽ ഭദ്രമാണ്. ഏത് സമയത്തും അത് തിരികെ വലിക്കാം. എല്ലാം സസൂക്ഷ്മം വീക്ഷിച്ച് സർവശക്തൻ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. യെസ്, സ്റ്റിൽ ഗോഡ് ഈസ് ഓൺ ദ ത്രോൺ. സ്തോത്രം. അതാണ് ഭക്തന്റെ ധൈര്യം. എല്ലാറ്റിന്റെയും റിമോട്ട് കൺട്രോൾ കയ്യിലുള്ള സർവശക്തനായ ദൈവം ഇതാ എല്ലാ സംസാരങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. ഒരു ഉയർന്ന സിംഹാസനത്തിൽ ന്യായവിധി കൽപ്പിക്കാനിരിക്കുന്ന ജഡ്ജിനെ പോലെ ദൈവത്തെ മനസ്സിൽ കാണാം. ദുരന്തത്തിനിരയായി ശേഷിച്ചിരിക്കുന്ന രണ്ട് ദേഹികൾ, ഇയ്യോബും തന്റെ ഭാര്യയും. പിന്നെ കൗൺസിലറായും ജഡ്ജായും ഒക്കെ ഇത്രയും നേരം തിളങ്ങി നിന്ന 3 പ്രായമുള്ളവർ, എലിഫസ്, സോഫർ, ബിൽദാദ്. പിന്നെ ഒരു യൗവനക്കാരൻ എലിഹു. അങ്ങനെ 4 പേർ. 38, 39, 40 അധ്യായം ദൈവം തന്റെ സർവശക്തിയും സർവജ്ഞാനവും മനുഷ്യന്റെ ഒന്നുമില്ലായ്മയും വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാം. കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇയ്യോബിനൊന്നും പറയാനില്ല. 40 അധ്യായം 4 വാക്യം, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വായു പൊത്തിക്കൊള്ളുന്നു, ഇനി ഞാൻ മിണ്ടുകയില്ല. വീണ്ടും 40:6 മുതൽ 41:34 വരെ ദൈവം സംസാരിക്കുന്നു. പിന്നെ ഇയ്യോബ്, ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ദൈവത്തെപ്പറ്റി ഒരു കേൾവി മാത്രം കേട്ടിരുന്ന ഇയ്യോബ് ഭക്തനും നേരുള്ളവനും നിഷ്കളങ്കനും ഒക്കെയായി ജീവിച്ചു. ഇപ്പോൾ ദാ കണ്ണാൽ കാണാനുള്ള ഭാഗ്യം. തന്റെ ന്യായീകരണ വാദഗതികളൊക്കെ നിർത്തി പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. യെശയ്യാവിനുണ്ടായ പോലെ തന്നെ തന്നെ കണ്ട് താഴുവാൻ അനുദപിക്കുവാൻ കഴിയുന്നൊരവസ്ഥ. ഇത് ധ്യാനിക്കുമ്പോൾ ഞാനും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു ഉൾക്കാഴ്ച എനിക്കും കിട്ടിയിരുന്നെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാമായിരുന്നു. തിരികെ വരാം. എന്നിട്ട് ദൈവം പറയുന്നു, ഇയ്യോബേ, നീ അങ്ങോട്ടൊന്ന് മാറി നിൽക്ക. ഇനി നിന്റെ സ്നേഹിതന്മാരുണ്ടല്ലോ, ഇനി അവർക്കുള്ള പ്രതിഫലം പ്രഖ്യാപിക്കാൻ പോകുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവരുടെ സദൃശവാക്യങ്ങളും കടങ്കഥകളും സാരോപദേശങ്ങളും എല്ലാം ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. ഇയ്യോബ് മെല്ലെ പിന്നോട്ട് മാറി. എലീഫസ്, സോഫർ, ബിൽദാദ് തൊഴുതു വിറച്ച് മുന്നോട്ട് വന്നു. ദൈവം, എലീഫസ്, നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ല. ഇടിമുഴക്കം പോലെ ദൈവശബ്ദം. 3 പേരും ഞെട്ടി വിറച്ചു. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? അറിവില്ലായ്മ ക്ഷമിക്കണേ എന്ന മട്ടിൽ ദൈവത്തെ നോക്കി. പ്രായശ്ചിത്തം എന്താണെന്ന് ദൈവം ഉടനെ അറിയിച്ചു. നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസനായ ഇയ്യോബിന്റെ അടുക്കൽ കൊണ്ടുചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിപ്പീൻ. എന്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ലല്ലോ. അവരതുപോലെ ചെയ്തു. ദൈവം കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ കഥയുടെ ഗതി മാറി. 3 വിദ്വാൻമാർ ഈ ദിവസങ്ങളിൽ വീരവാദം അടിച്ചതെല്ലാം മൂഢത, വിഡ്ഢിത്തമാണെന്ന്. ഇങ്ങനെയല്ലേ നമ്മുടെ വാചകക്കസർത്തുകളും? ഇയ്യോബ് പാപം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇയ്യോബിനെ നന്നാക്കാൻ നോക്കിയതാ. ഇപ്പോൾ ദൈവം പറയുന്നു,
അവന്റെ മുഖം ആദരിച്ചതുകൊണ്ട് നിങ്ങളുടെ വിഡ്ഢിത്തത്തിന് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും, വാദിപ്രതിയായ പോലെ. ഇനിയുണ്ട് 2 കഥാപാത്രങ്ങൾ. അവസാനം കുറേയേറെ സദ്വചനങ്ങൾ പറയുന്ന ഏലിഹു. 32 മുതൽ 37 അധ്യായങ്ങൾ വരെ ഇയ്യോബും ഏലിഹും കൂടിയുള്ള ഡിബേറ്റാണ്. ദൈവത്തിനൊന്നും വിട്ടുപോവില്ല, കൃത്യമായി വിലയിരുത്തിയാണ് ദൈവം സംസാരിക്കുന്നതെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. 42:7 എലിഫസിനും 2 സ്നേഹിതന്മാർക്കും എന്ന് കൃത്യമായി ദൈവം പറയുന്നുണ്ട്. അവരോടാണ് പ്രായശ്ചിത്ത ബലി ആവശ്യപ്പെടുന്നത്. വിഹിതമല്ലാത്ത സംസാരം. എന്നാൽ ഏലിഹു പ്രായം കുറഞ്ഞവൻ ആ കൂട്ടത്തിൽ വന്നിട്ടില്ല. പിന്നെ ആദിയോടന്തം ഈ ദുര്യോഗത്തിന് പാത്രീഭൂതയായ തന്റെ ഭാര്യ കഥനത്തിന്റെ കനൽ വഴിയിൽ ദുഃഖത്തിന്റെ ആധിക്യത്തിൽ ഒരുപാട് പരാതി ദൈവത്തോട് പറഞ്ഞു കാണും. പക്ഷേ എലിഹുവിനെ പോലെ തന്നെ ദൈവത്തിന്റെ ശിക്ഷാവധിയിൽ നിന്ന് ആ മാതാവ് ഒഴിവാക്കപ്പെട്ടു. ദൈവം ഒരു കുറ്റവും കണ്ടില്ല. ദൈവം കുറ്റം വിധിക്കാത്തവളെ നാം എങ്ങനെ വിധിക്കാൻ ധൈര്യപ്പെടുന്നു? 40-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇയ്യോബ്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു, ഞാൻ കൈകൊണ്ട് വായ് പൊത്തിക്കൊള്ളുന്നു എന്ന് ദൈവത്തോട് അങ്ങോട്ട് പറയുന്നു. അതായത്, തിരുക്കരം തന്നിൽ ഇരിക്കും ആ ചെങ്കോൽ ഭരിച്ചിടുന്ന അഖിലവും വിചിത്രമാം വിധത്തിൽ നിന്ന് നമ്മൾ പാടുന്ന പോലെ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ബുദ്ധിക്കൊക്കെ എത്രയോ അപ്പുറത്താണ്. ഏത് കഠിന ശോധനയും, വ്യക്തിപരമാകട്ടെ ലോകവ്യാപകമായ കൊറോണ പോലെ പകർച്ചവ്യാധി ആവട്ടെ, ആ ചരടിന്റെ അറ്റം ദൈവത്തിന്റെ കൈകളിൽ തന്നെയാണ്. യഹോവ വാഴുന്നു. സ്തോത്രം. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് വിശ്രമിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകളോടെ ഇന്നത്തെ ക്ലാസ്സിന് വിരാമം കുറിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.